നമസ്കാരം. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കെമിയ ചാനലിലേക്ക് സ്വാഗതം. കെമിയ ചാനൽ PSC പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ജനറൽ സയൻസ് എന്ന വിഭാഗത്തിൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ വിവരണങ്ങളും നിങ്ങൾക്ക് നൽകുന്നു. ദയവായി നിങ്ങൾ ഈ ചാനൽ തുടർച്ചയായി കാണുകയാണെങ്കിൽ തീർച്ചയായും ജനറൽ സയൻസ് വിഭാഗത്തിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. നമുക്ക് പാഠ്യഭാഗത്തേക്ക് വരാം. കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു വിരസത തോന്നും, അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. പറയുന്നത് വ്യക്തമായി പറയുകയാണെങ്കിൽ കേൾക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആശയം പെട്ടെന്ന് മനസ്സിലാവുകയും തുടർന്നുള്ള വിശദീകരണങ്ങളിൽ ആ വ്യക്തി ആ പറയുന്ന വ്യക്തിക്കൊപ്പം ചേരുകയും ചെയ്യും. പറയുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു വിരസതയാണോ രസമുള്ളതാണോ. നമുക്ക് എന്തായാലും PSC പരീക്ഷയ്ക്കായിട്ട് രസകരമായി രസതന്ത്രം നമുക്ക് പഠിക്കാം. അതിൽ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ നമുക്ക് മുന്നേ കൂട്ടിയൊന്ന് ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്ത് കാര്യത്തിനും ഒരു മുൻകൂട്ടി ധാരണ ഉണ്ടായിരിക്കണം. ഒന്ന്, ആറ്റവും അതിൻ്റെ ഘടനയും. രണ്ടാമത്തത് അയിരുകളും ധാതുക്കളും. മൂന്നാമത്തത് മൂലകങ്ങളും അവയുടെ ഗ്രൂപ്പുകളും. നാലാമത്തത് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. രസതന്ത്രം നിത്യജീവിതത്തിൽ. ഒന്ന്, ആറ്റം ആൻഡ് ഇറ്റ്സ് സ്ട്രക്ചേഴ്സ്. ആറ്റവും അതിൻ്റെ ഘടനകളും. രണ്ടാമത്തത് ഓർസ് ആൻഡ് മിനറൽസ്. അയിരുകളും ധാതുക്കളും. ഓക്കെ. മൂന്നാമത്തേതാണ് എലമെന്റ്സ്, മൂലകങ്ങൾ, ആൻഡ് ഗ്രൂപ്പ്സ്, മൂലകങ്ങളും ഗ്രൂപ്പുകൾ. ഓക്കെ. അടുത്തേതാണ് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, രസതന്ത്രം നിത്യജീവിതത്തിൽ. അപ്പൊ നമുക്ക് ആദ്യം ആറ്റവും അതിന്റെ ഘടനയും അത് തന്നെ ഇങ്ങോട്ട് എടുക്കാം പഠിക്കാനായി. എല്ലാവരും റെഡിയാണല്ലോ? ഈ പറയുന്ന കാര്യം കേൾക്കുക. ഒരു പേനയും പേപ്പറോടെ കൈ വെച്ചെടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കുറിക്കുക. കേൾക്കുന്നു, അതിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്നു, ഒപ്പം എഴുതുന്നു. നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പോയെങ്കിൽ നമുക്ക് LDC, UDC തുടങ്ങിയ വിഭാഗങ്ങളിലേക്ക് സെലക്ഷൻ കിട്ടുകയുള്ളൂ. നിരന്തരമായ പ്രയത്നം ആവശ്യമാണ്. പരീക്ഷ അടുക്കുമ്പോഴല്ല പ്രിപ്പറേഷൻ. പരീക്ഷ അടുക്കുന്നതിന് ഏറെ മുൻപേ പ്രിപ്പറേഷൻ ആരംഭിക്കണം. പഠിക്കുന്നതുമായിട്ട് നിരന്തരമായ ബന്ധം എങ്കിൽ മാത്രമേ നമ്മുടെ തലച്ചോറിൽ ഓർമ്മയിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാനായി. ആറ്റം എന്താണ്? പൊതുവെ കെമിസ്ട്രി പല വിഷയങ്ങൾ എടുത്ത് പഠിച്ചു വരുന്ന കുട്ടികളാണ്. കെമിസ്ട്രി 10ന് ശേഷം നഷ്ടപ്പെട്ടവർ കാണും. വേറെ വിഷയങ്ങൾ പഠിച്ച് പോയതിനാൽ അവർക്ക് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ നഷ്ടപ്പെട്ടു കാണും. ചിലരെ സംബന്ധിച്ച് കെമിസ്ട്രി ഇപ്പോഴും തുടരുന്നവർ കാണും. അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാകാം. അപ്പം ഇങ്ങനെ പോകുന്ന നിരവധി വ്യക്തികളാണ്. അപ്പം ആയതിനാൽ നമുക്ക് കെമിസ്ട്രി എന്താണെന്ന് പോലും അറിയാത്തൊരവസ്ഥ നമുക്ക് തോന്നുക. കെമിസ്ട്രി എനിക്ക് ഒട്ടും അറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു കെമിസ്ട്രി അറിയാത്ത ഒരു കുട്ടിയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് നൽകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആറ്റവും അതിൻ്റെ ഘടനയും തന്നെ എടുക്കാം. എന്താണ് ആറ്റം? നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിലും എന്താണ് എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അത് അറിയാനുള്ള ആഗ്രഹമാണ് കുട്ടിയുടെ, അറിയാനുള്ള ആഗ്രഹം. നമ്മളെല്ലാം കുട്ടികളാണ്, അധ്യാപകരായ ഞങ്ങളും കുട്ടികളാണ്. കാരണം പഠനം തീരുന്നില്ല, അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു തൊഴിൽ നേടുന്നതിന് വേണ്ടി നിങ്ങൾ പഠനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം വിദ്യാർത്ഥികളാണ്. ജ്ഞാനത്തിന് മുന്നിൽ, അറിവിന് മുന്നിൽ നാമെല്ലാം വിദ്യാർത്ഥികളാണ്. അപ്പോൾ ആറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമ്മിലും നമ്മെപ്പോലുള്ള എല്ലാ ജീവജാലങ്ങളിലും ജീവനില്ലാത്തവയും എല്ലാത്തിലും കുടികൊള്ളുന്ന, സ്ഥിതി ചെയ്യുന്ന, എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാകുന്നു ആറ്റം. അപ്പോൾ ആറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുരുക്കിയോട് പറഞ്ഞു, ഏതൊരു പദാർത്ഥങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചെറിയ തരി അഥവാ സൂക്ഷ്മ തരി, അതിസൂക്ഷ്മ തരികളാണ്, സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. എന്ത്? ആറ്റംസ്. കാണാൻ പറ്റുമോ? പറ്റുകയില്ല.
പിന്നെ നാം എങ്ങനെ വിശ്വസിക്കും? പദാർത്ഥങ്ങളുടെ സ്വഭാവം, പ്രോപ്പർട്ടീസ്. ഉണ്ണിയെ കാണുമ്പോൾ ഊരിന്റെ പഞ്ഞം അറിയാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടാകും. ഒരാളിനെ കാണുമ്പോൾ അറിയാം എന്താണ് അദ്ദേഹത്തിന്റെ മഹത്വം, വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പോലെ ഒരു വസ്തുവിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ സ്മെൽ, അത് ഈ ആറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കത്തുമോ കത്തില്ലയോ, ഫ്ലൈമബിൾ ആണോ, അതും ആറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിറം, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, നമ്മൾ നിറങ്ങൾ പറയത്തില്ലേ, ആ നിറങ്ങൾ ആറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നത് ഒരു മാറ്ററിന്റെ ആന്തരിക ഘടന, അകത്തെ ഘടന, ഇന്റേണൽ സ്ട്രക്ചർ. നമ്മളിപ്പോൾ നമ്മുടെ എക്സ്റേ എടുക്കില്ലേ, നമ്മുടെ ശരീരത്തിനുള്ളിലെ അസ്ഥിയുടെ എക്സ്റേ എടുക്കുന്നു, ഇന്റേണൽ അല്ലേ? അപ്പൊ ഈ എക്സ്റേ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ ഒരു വസ്തുവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തരം ചെറിയ തരികളെ കുറിച്ചുള്ള പഠനം നിരവധി രശ്മികൾ അഥവാ റേസ് ഉപയോഗിച്ചാണ് നടത്തുന്നത്. അങ്ങനെ നടത്തി കിട്ടുന്ന പരീക്ഷണ ഫലമായിട്ടാണ് നാം ഈ ആറ്റത്തെ കണ്ടെത്തിയത്. ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട്, നേക്കഡ് ഐസ് കൊണ്ട് കാണുവാൻ കഴിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ ആറ്റത്തിന്റെ പ്രസൻസ് ഒക്കെ നമുക്ക് പുറത്തുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറം, അതുപോലെ മണം, ചില പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ആ സ്വഭാവങ്ങൾക്കെല്ലാം അടിസ്ഥാനമായ കാരണം ഈ ആറ്റമാണ്. അപ്പോൾ അതിസൂക്ഷ്മ കണം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത പദാർത്ഥത്തിനുള്ളിലെ അതിസൂക്ഷ്മ കണമാണ് ആറ്റം. ഇതിന് നമ്മുടെ കണാദ മഹർഷി, ഭാരതീയ മഹർഷിയായ കണാദ മുനി പരമാണു എന്നൊരു പദമാണ് ഉപയോഗിച്ചത്. പക്ഷേ യൂറോപ്യൻ കൺട്രീസ്, മറ്റു വിദേശ രാജ്യങ്ങൾ, അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർ അതിനെ ആറ്റമെന്ന് മാറ്റി പറഞ്ഞു. ആറ്റം എന്ന വാക്ക് യഥാർത്ഥത്തിൽ വന്നത് ഗ്രീക്കിൽ നിന്നാണ്. ഗ്രീക്ക് പദമാണ് ആറ്റം. ഗ്രീക്കിലെ അറ്റോമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. നോക്കിയേ, അറ്റോമോസ് എന്ന് എഴുതിയിരിക്കുന്നത് ATOMOS. ആ അറ്റോമോസ് എന്ന പദത്തിൽ നിന്നും ഡിറൈവ് ചെയ്തു, തേക്കൺ ചെയ്തിരിക്കുന്നു, എടുത്തിരിക്കുന്നു. എന്താണ് ഈ അറ്റോമോസ് എന്ന വാക്കിന്റെ അർത്ഥം? എ എന്നാൽ നോട്ട്, അല്ല, ഇല്ല. ടോമോസ് എന്ന് പറയുമ്പോൾ കട്ട്, അപ്പോൾ നോട്ട് കട്ട്. എയും ടോമോസും കൂടെ ചേർത്തു അറ്റോമോസ്. നോട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റാത്ത, പിളർക്കുവാൻ കഴിയാത്ത, വിഭജിക്കുവാൻ കഴിയാത്ത, ദാറ്റ് ഈസ് നോട്ട് കട്ട്. ഒറ്റ വേർഡ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻഡിവിസിബിൾ, അവിഭാജ്യം, വിഭജിക്കാൻ പറ്റാത്ത. അപ്പോൾ മാറ്ററിനുള്ളിലെ എക്സ്ട്രീംലി സ്മാൾ പാർട്ടിക്കിൾസിനെ നമ്മൾ എങ്ങനെ കൊടുത്തു? ആറ്റം എന്ന് കൊടുത്തു. അതിനെ പിളർക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് അറ്റോമോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും നാം ഏത് പദം എടുത്തത്? ആറ്റം. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം നമുക്ക് ഇതിന് തയ്യാറാക്കാം. പഠിച്ചു പോകുന്നതിനോടൊപ്പം ചോദ്യങ്ങൾ തയ്യാറാക്കി ശരിക്കണം. പരീക്ഷകൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി, അതുപോലെ അതിൽ നല്ല സ്കോർ നേടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. ഔട്ട് ഓഫ് ദി ഫോളോയിങ്, താഴെ കൊടുക്കുകയും ഫ്രം which word the word atom is taken. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം എടുത്തിരിക്കുന്നത്? അപ്പോൾ എ ആറ്റംസ്, ബി അറ്റോമിയോൺ, സി അറ്റോമിക്, അറ്റോമോസ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പറയും. ഇത്രയും കേട്ടു, അറ്റോമോസിൽ നിന്ന്. എന്താണ് ഈ അറ്റോമോസ് എന്ന വാക്ക് മീൻ ചെയ്യുന്നത്? The word atomos signifies A, invisible, കാണാൻ പറ്റില്ല. B, indivisible, വിഭജിക്കാൻ പറ്റില്ല. Indestructible, അങ്ങനെ കൊടുക്കുന്നു. Both A and B. Both എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം, എയും ബിയും കൂടെ ചേർന്നതാണ്. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഡിവിസിബിൾ എന്നാണ്, വിഭജിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ആറ്റത്തെ കുറിച്ചുള്ള കാര്യം ഒന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ആറ്റത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാ നോക്കാം.
cannot exist independently. ഒറ്റയ്ക്ക് നിൽക്കൂല. ഒരു കൈക്കുഞ്ഞിനെ പോലെയാണ്. കുഞ്ഞിന് എന്ത് വേണം? ആര് വേണം? മദർ വേണം, അമ്മ വേണം. അതുകൊണ്ട് ആറ്റങ്ങൾ സ്വതന്ത്രമായി നിലകൊള്ളുന്നില്ല. എന്നാൽ പ്രകൃതി സ്വതന്ത്രമായി നിലകൊള്ളാൻ കഴിയുന്ന ആറ്റങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്വതന്ത്രമായി നിലകൊള്ളാൻ കഴിയുന്ന ആറ്റങ്ങളുടെ പേരുകൾ കൂടി പഠിച്ചു വെക്കണം. കാരണം അവിടുന്ന് ഒരു ചോദ്യം വരാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നവ, സ്വതന്ത്രമായി നിലകൊള്ളുവാൻ കഴിയുന്നവ ആരെന്നൊക്കെ ചോദിച്ചൂടെ? അതിന്റെ പേരങ്ങ് പഠിച്ചു വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓപ്ഷനിലാണ് ഇതൊക്കെയാണ് നോക്കാം. ഹീലിയം. എച്ച് ക്യാപിറ്റൽ ആയിരിക്കണം, ഈ സ്മാൾ ആയിരിക്കണം. അതാണ് സിംബൽ, പ്രതീകം. ആദ്യ അക്ഷരം വലുതും രണ്ടാമത്തേത് ചെറുതുമാണ്. അപ്പൊ ഹീലിയം ഒരു എലമെന്റ് ആണ്. അതിന്റെ സിംബൽ ആണ് ഞാൻ എഴുതിയ HE. ഓപ്ഷനിൽ സിംബലും തരാം കെമിസ്ട്രിയുടെ ഭാഗത്ത്. അപ്പോൾ നമ്മൾ അത് പഠിച്ചു. ഏതാണ് ഹീലിയം? നിയോൺ, ഹീലിയം, നിയോൺ. ആർഗൺ, ക്രിപ്റ്റോൺ. സെനോൺ, റെഡോൺ. അപ്പോൾ അതിന്റെ പേര് ഒന്നുകൂടി ഒന്ന് പറയാം. HE ആരെന്നാ പറഞ്ഞത്? ഹീലിയം. NE നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, XE സെനോൺ, RN റെഡോൺ. അപ്പോൾ നമ്മൾ ഈ പറയുന്നു HE ഹീലിയം, NE നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, XE സെനോൺ, RN റെഡോൺ. ഞാനിത് എടുത്തെടുത്ത് പറയുന്ന കാര്യം, ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ ചാനലിലെ ക്ലാസ് കേൾക്കുമ്പോൾ പേപ്പറും പേനയും എടുത്ത് എഴുതുന്നുണ്ടാവും. ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ എന്താണെന്ന് കേട്ടില്ല, അത് വേണ്ട, വ്യക്തമായി കേട്ട് എഴുതി തന്നെ പറ്റുള്ളൂ. അപ്പോൾ സ്വതന്ത്രമായി നിലകൊള്ളാൻ കഴിയുന്ന ആറ്റങ്ങളുടെ ലിസ്റ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. അതാണ് ഞാൻ എന്റെ പോയിന്റ്. ക്യാൻ നോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. ഇൻഡിപെൻഡന്റ്ലി സ്വതന്ത്രമായി. എക്സിസ്റ്റ് നിലകൊള്ളുന്നു. കനോട്ട് പറ്റത്തില്ല. അപ്പൊ സ്വതന്ത്രമായി നിലകൊള്ളാൻ പറ്റാത്ത. അവളത് പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ്, ക്യാൻ ടേക്ക് പാർട്ട് ഇൻ റിയാക്ഷൻസ്. പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. നമ്മളിപ്പോൾ വെടിമരുന്ന് കത്തിക്കുന്നു, ചൂടാക്കി പൊട്ടിക്കും. അപ്പൊ ആ നടന്ന റിയാക്ഷൻ അറ്റോമിക് റിയാക്ഷനാണ്. ആറ്റങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. അപ്പൊ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ കഴിയുന്നു. ഡിറ്റർമൈൻ, നിർണ്ണയിക്കാൻ കഴിയുന്നു. ദ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഏതൊരു വസ്തുവിന്റെയും സ്വഭാവത്തിന് കാരണം ദേഹം. നിറമായിക്കോട്ടെ, മണമായിക്കോട്ടെ, ലയിക്കുന്നു, ലയിക്കില്ല, ഫ്ലെയിമബിൾ ആണ്, കത്തുന്നു, കത്തുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള നിരവധി പ്രോപ്പർട്ടീസിന് അടിസ്ഥാന കാരണമായിട്ടുള്ളതാണ് ഏത്? ആറ്റം. അപ്പോൾ ആറ്റത്തിന്റെ 3 പോയിന്റ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഏതിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് സ്വതന്ത്രമായി നിലകൊള്ളാൻ കഴിയാത്തത്? ഔട്ട് ഓഫ് വിച്ച് വൺ ഈസ് or out of which one cannot exist independently? A atom, B molecule, C elements, D compounds. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്വതന്ത്രമായി നിലകൊള്ളുവാൻ കഴിയാത്തത് ഏത്? A atom, B molecule അഥവാ തന്മാത്ര, C elements മൂലകങ്ങൾ, D compounds സംയുക്തങ്ങൾ. ആൻസർ ആറ്റം. ആരാണ് മോളിക്യൂൾ? ആറ്റത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അയാൾ മറ്റൊരാളെ കൂടി കൂട്ടുപിടിക്കും. ഒരാളാകണമെന്നില്ല, 2 പേരാകാം, 3 പേരാകാം. അത് 2 ആറ്റങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ സ്റ്റേബിളായി. അതാണ് ഡൈ അറ്റോമിക് മോളിക്യൂൾ.
ദ്വയാറ്റോമിക തന്മാത്ര. H2 കണ്ടോ, Cl2 കണ്ടോ, N2 കണ്ടോ, O2 കണ്ടോ. അവിടെ 2 രണ്ട് ആറ്റങ്ങൾ വീതം ചേർന്നിരിക്കുന്നു. അപ്പൊ അവർ സ്റ്റേബിളായി. ഒറ്റയ്ക്കല്ല, 2 പേരുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിനെ കൂട്ടാറില്ലേ? അവിടെ വാഴ ഏറ്റവും കൂടുതൽ വാഴ എന്ന് ഒരു കമ്പനിക്ക് വേണ്ടി അദ്ദേഹത്തിന്. അപ്പൊ അതൊരു അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ. അപ്പോൾ എന്നതുപോലെ ആറ്റങ്ങൾ ജോയിൻ ചെയ്ത് ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മോളിക്യൂൾസ്. ഇപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, സാറേ 2 ആറ്റങ്ങൾ മാത്രമേ ജോയിൻ ചെയ്യൂ? 3, 4 ഇങ്ങനെ 8 നിരവധി എണ്ണങ്ങൾ അവർക്ക് ചേരാം, ധാരാളം എണ്ണങ്ങൾ ചേരാം. അപ്പൊ 3 എണ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓസോൺ. എങ്ങനെ നമ്മൾ എഴുതുക? O3, ഓയുടെ ചുവട്ടിൽ ഒരു 3 കൊടുക്കും, ഓസോൺ. 3 ഓക്സിജൻ ആറ്റങ്ങൾ. ഫോസ്ഫറസ്, 4 ഫോസ്ഫറസ് ആറ്റങ്ങൾ ചേർന്നിരിക്കും, P4 എന്നല്ലേ എഴുതാറ്, മോളിക്യൂൾ. സൾഫർ, എസ് ഇടും, ചുവട്ടിൽ 8 അല്ലെങ്കിൽ 8 എന്ന് എഴുതും, 8 സൾഫർ ആറ്റങ്ങൾ ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 2 ആറ്റങ്ങൾ ചേർന്നാൽ ഡയറ്റോമിക് മോളിക്യൂൾ, 2-ലധികം വരുന്നവയെല്ലാം പോളി അറ്റോമിക് മോളിക്യൂൾ, ബഹു അറ്റോമിക തന്മാത്ര. പോളി എന്നാൽ ബഹു, അറ്റോമിക് മോളിക്യൂൾ, പോളി അറ്റോമിക് മോളിക്യൂൾ. ഏതൊക്കെയാ? ഓസോൺ, ഫോസ്ഫറസ്, സൾഫർ. ഇപ്പോൾ കാര്യം മനസ്സിലായി. ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ആറ്റത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുകയില്ല, അതിന് റിയാക്ഷൻ ടേക്ക് പാർട്ട് ചെയ്യാൻ കഴിയും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഡിറ്റർമിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ആറ്റത്തിനുള്ളിലേക്കൊന്ന് കിടക്കാം. ആറ്റത്തിനുള്ളിൽ ആറ്റത്തെക്കാൾ ചെറിയ മറ്റ് ചില തരികൾ കൂടി ഉണ്ടെന്ന് കണ്ടെത്തി. ആറ്റത്തെക്കാൾ ചെറിയ തരികളായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവരെ സബ് അറ്റോമിക കണങ്ങൾ അഥവാ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാം. ആറ്റം ഒരു തരിയാണ്. ആ തരിക്കുള്ളിൽ വീണ്ടും ചെറുതരികൾ. ആറ്റം ഒരു തരി, അതിനുള്ളിൽ ചെറുതരികൾ. ആറ്റം എന്ന തരിക്കുള്ളിലെ ചെറുതരികൾ 3 പേരാ പ്രധാനമായും ആറ്റത്തിൽ കാണുന്നത്. അവരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള തരികളാണ്, പാർട്ടിക്കിളാണ് 3 പേർ. ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ആരൊക്കെ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇതിൽ ഇലക്ട്രോൺ എന്നത് കണ്ടുപിടിച്ചതാര് എന്ന് ചോദിച്ചാൽ ജെ തോംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ. പക്ഷേ ഓപ്ഷനിൽ ജെ തോംസൺ ഇല്ല. പകരം ആ ജെ എന്നുള്ളതിന്റെ പൂർണ്ണരൂപമാണെങ്കിൽ നാം ഒന്ന് പഠിച്ചു വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോയാൽ അതിന്റെ മറുപുറം ചോദിച്ചാൽ നാം എന്ത് ചെയ്യും? അതുകൊണ്ട് എക്സാക്ട് നെയിം, എക്സാക്ട് എക്സ്പ്ലനേഷൻ നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദ്യം വന്നാലും അതിനെ അതിജീവിക്കാനുള്ള എഫിഷ്യൻസി ഉണ്ടാകും. എന്താണ് ജെ? നിങ്ങൾ വായിച്ചു കഴിഞ്ഞു, ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അല്ലേ? പലരും ബോർഡിലേക്ക് ഒന്ന് നോക്കി. ജോസഫ് ജോൺ തോംസൺ. 3 പേരുണ്ട് അല്ലേ? ജോസഫ് ഉണ്ട്, ജോൺ ഉണ്ട്, തോംസൺ ഉണ്ട്. അപ്പൊ ജെ തോംസൺ എക്സാക്ട് ആയിട്ട് പേര് പറയുമ്പോൾ ജോസഫ് ജോൺ തോംസൺ. ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ജോസഫ് ജോൺ തോംസൺ. പേരുകൾ വ്യക്തമായി ഒന്ന് കുറിക്കുക, അതിസൂക്ഷ്മമായിട്ടൊന്ന് നോക്കുക, മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയ. ഇല്ലെങ്കിൽ എന്താ, പരീക്ഷയിൽ ചെന്നിരിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട്, ജോൺ ജോസഫ് തോംസൺ ആണോ ജോസഫ് ജോൺ തോംസൺ ആണോ? കൺഫ്യൂഷനായി. അതുകൊണ്ടാണ് വൃഥാ വായന മാത്രം പോരാ, നന്നായി ശ്രദ്ധ കൊടുത്ത് എഴുതുക കൂടി ചെയ്യണം. അതാണ് ജോസഫ് ജോൺ തോംസൺ. ഇലക്ട്രോൺ ആ പേര് കൊടുത്തത് ജെ തോംസൺ അല്ല. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് മറ്റൊരാളാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര് നോക്കാം. ജോൺ സ്റ്റോൺ സ്റ്റോണി. എങ്ങനെ? ജോൺ സ്റ്റോൺ സ്റ്റോണി. ജോണിന്റെ സ്പെല്ലിംഗ് JOH.
സ്റ്റോൺ നമ്മൾ സാധാരണ പറയാം സ്റ്റോണിന്റെ അതേ സ്പെല്ലിംഗ് STONE. സ്റ്റോണി STONEY. STONEY. ജോൺ സ്റ്റോൺ സ്റ്റോണി. ELEKTRON K ആണ്, C അല്ല. ഗ്രീക്കിൽ ഇലക്ട്രോൺ എന്നൊരു വാക്കുണ്ട്. ആംബർ എന്നാണ് അതിന്റെ അർത്ഥം. ആംബർ ഇംഗ്ലീഷ് വേർഡാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസിൽ, അതായത് പ്ലാന്റുകളൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം അത് ഫോസിലായി മാറുന്നത്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് റെസിനാണ്. ആ റെസിന്റെ കളർ എന്താന്ന് ചോദിച്ചാൽ ഹണി യെല്ലോ കളർ. തേൻ നിറം അറിയാവോ? ഒരു ചുവപ്പ് മഞ്ഞ കളർ നിറമാണ് അല്ലേ? അപ്പൊ ഹണി യെല്ലോ കളറാണ് ആംബർ എന്നുള്ളത്. ഈ ആംബറിന്റെ പ്രത്യേകത അതെവിടെങ്കിലും ഒരു സർഫസിൽ റബ്ബ് ചെയ്തിട്ട് ഒന്ന് ഉരച്ച ശേഷം നമ്മൾ പീസ് ഓഫ് പേപ്പറിൽ ഒന്ന് കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള ലൈറ്റ് പാർട്ടിക്കിൾസിൽ കാണിക്കുമ്പോൾ അതിലേക്ക് അട്രാക്ട് ചെയ്യും. ആംബറിന് ചില ചാർജുകൾ ഉള്ളത് കൊണ്ടാണ് അട്രാക്ട് ചെയ്യാനുള്ള ചാർജ് ഉണ്ട്. ചാർജ് അറിയാലോ, രണ്ട് ചാർജുകൾ ഏതൊക്കെ? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് ചാർജ് ആയ ഇലക്ട്രോണിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ആംബർ എന്നുള്ള ഇലക്ട്രോൺ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്, ആംബർ ഇംഗ്ലീഷിൽ പറയും, ഇലക്ട്രോൺ ഗ്രീക്കിൽ പറയും, അതിൽ നിന്നാണ് ജോൺ സ്റ്റോൺ സ്റ്റോണി നമ്മൾ സാധാരണ എഴുതുന്ന ELECTRON ഇലക്ട്രോൺ എന്ന വേർഡ് കണ്ടെത്തിയത്. അടുത്ത ആരാണ്? ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക്. പക്ഷെ അതിന് പേര് കൊടുത്തത് മറ്റു രണ്ടുപേരാണ്. റൂദർഫോർഡ് കേട്ടിട്ടുണ്ട് അല്ലേ? റൂദർഫോർഡ് ധാരാളം കേട്ടിട്ടുണ്ട്. ആൻഡ് വില്യം ഹാർക്കിൻസ്. വില്യം WILLIAM. വില്യം HARKINS. വില്യം ഹാർക്കിൻസ്. അതുപോലെ മറ്റാരാണ്? റൂദർഫോർഡ്. അപ്പോൾ നെയിം കൊടുത്തത് ഇവർ രണ്ടുപേരാണ്. ആരൊക്കെ? റൂദർഫോർഡ് ആൻഡ് വില്യം ഹാർക്കിൻസ്. അതുപോലെ മറ്റൊരു പാർട്ടിക്കിളാണ് പ്രോട്ടോൺ. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തതാരെന്ന് വെച്ചാൽ യൂജൻ ഗോൾഡ്സ്റ്റീൻ. പേരെന്താണ്? യൂജൻ ഗോൾഡ്സ്റ്റീൻ. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. EUGEN. ഗോൾഡ്സ്റ്റീൻ എങ്ങനെയാണ്? GOLDSTEIN. ഇനി അതിന് പേര് കൊടുത്തത്, കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റീൻ ആണെങ്കിൽ പേര് നൽകിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇവർക്കൊക്കെ ചാർജുകളുണ്ട്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ ആറ്റം ഈസ് മെയ്ഡ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് protons, negatively charged particles electrons, neutral, that means no charge, neutral charged particles neutrons. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത്രയും നേരം കേട്ടിരുന്നവർക്ക് തീർച്ചയായിട്ടും അതിന്റെ ഉത്തരം നൽകാൻ കഴിയും. ചോദ്യം 1. Who discovered proton? Eugen Goldstein. കണ്ടല്ലോ? Eugen Goldstein. Who has given the name proton to the positively charged particle proton? Ernest Rutherford. ആരാണ്? Ernest Rutherford. Who discovered electron? Joseph John Thomson. Who gave the name electron to the particle electron? John Stoney. Who discovered neutron? James Chadwick. Okay. Who gave the name neutron to the particle neutron? Rutherford and William Harkins. Okay. നമുക്ക് ഇത്രയും ഭാഗം കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. കെമിയ ചാനൽ നിങ്ങൾ സ്ഥിരമായി വീക്ഷിക്കുകയാണെങ്കിൽ
അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു പ്രത്യേക ബുക്കിൽ ഓൺലൈൻ ക്ലാസ് നോട്ട്ബുക്ക് എന്നൊരു പ്രത്യേക നോട്ട് ബുക്കിലേക്ക് കുറിച്ച് വെക്കുകയാണെങ്കിൽ, കേൾക്കുന്നു, കുറിച്ചു വെക്കുന്നു, പ്രത്യേകിച്ചൊരു PSC പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, റെഗുലറായി കാണുവാൻ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ.